ഒന്ന് ഷോട്ട് പൊക്കിനാണ് ഓമനമ്മേ ഒരു സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. ശരത്തൊരു സാധനത്തിന് പൊക്കിയിട്ടുണ്ടല്ലോ അടി. ഇത് എവിടെന്നാ പൊക്കിയുടെ ശരത്തെ? ഓമനമ്മേ എന്ത് സാധനമാണെന്ന് അറിയാൻ പാടില്ല. കിട്ടില്ല, സാധനത്തിനെ കിട്ടിയിട്ടുണ്ട്. ഇത്ര നാളെ ഞാൻ മീൻ പിടിക്കാൻ പോയിട്ട് ഇതേപോലത്തെ സാധനത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ വലയം പൊളിച്ചോളാം. ഇതേ കൈക്കൊട്ടൊരു കടിയും കടിച്ചതുണ്ടാ. എന്ത് സാധനം ഇത്? ആഹാ, നിനക്കിത് അറിയാൻ മേലാതെയാണ് ഇത് പിടിച്ചേക്കണത്. എടാ ഇത് ആറ്റുവാളയാണ്. ഇത് കിഴക്കൻ വെള്ളത്തിൽ നിന്ന് വന്ന മീനാണിത്. നല്ല ശുദ്ധ വെള്ളത്തിൽ ഉണ്ടാകണതാണിത്. ഈ സാധനം ആ ഇതെന്താണോ മോനെ നമ്മൾ നാടൻ കൂരി ബോൺവിറ്റ കഴിച്ച അല്ല, ഇത് ഇതിനേലും വളരും. ആറ്റിലെ മീനാണിത്. ആ ഇതിലേതാണ് ആറ്റുവാളയെന്ന് മനസ്സിലാവണ. രണ്ടിനും മീശ ഉണ്ടല്ലോ. എടാ ഇത് കൊണ്ടു കൊടുക്ക്. നല്ല ഷാപ്പിലെ കറി പോലെ നല്ല മുളകിട്ട് വെച്ച് തരാൻ പറ. കൊണ്ട് കൊടുക്ക്. ഇത് അവിടെ കൊണ്ടുപോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവള് ഇച്ചിരി ഉപ്പും മുളക് ഇട്ട് പുഴുങ്ങി കട തരും. ഇത് വാളയല്ല, ചാള പോലെ കറിയൊക്കെ ഉള്ളു. തൽക്കാലത്ത് പണി ചെയ്യും. ഓമനാമ്മ ഈ സാധനത്തിനാണ് കറി വെക്കുക. അപ്പൊ എനിക്ക് കറി കൂട്ടാൻ വരാമല്ലോ. ഓമനമ്മേ അങ്ങനെ ഒരു വാള കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ, രണ്ടെണ്ണത്തിനോട് വീശിട്ട് വന്നേക്കാം. വീശിട്ട് വാ. ലക്ഷണം കണ്ടിട്ട് വാള സ്ഥലത്ത് തന്നെ പിടിച്ചായിട്ടാ എനിക്ക് തോന്നുന്നത്. പോടി, ആ പാവം കഷ്ടപ്പെട്ട് നമുക്ക് പിടിച്ചു തരികയും ചെയ്തു. പിന്നെ അതല്ല അച്ചാമ്മയുടെ തള്ളുണ്ടായിരുന്നല്ലോ ഷാപ്പിലൊക്കെ അറിയാവാ? അതെ, ഷാപ്പിലെ കറിയൊക്കെ ഞാൻ വെച്ച് തരാം. തിന്നിട്ടും കള്ളി ചോദിക്കരുത്. ഓ എരിയണമെന്നും പറഞ്ഞു. പൊന്നിനെ കുളിപ്പിച്ച് ഇച്ചിരി മുളകൊക്കെ അരച്ച് വരട്ടി സുഖമായിട്ട് കിടത്താം. തൊട്ടിപ്പോഴേ തിന്നാൻ നോക്കണ്ട, തൊട്ട് നോക്കിയ അതിനടി അവിടെ ഒരു സൗണ്ട് കേട്ടോ. ശരത്തേനൊരു മീൻ പിടിച്ചു തന്നേ. അവൻ നല്ല മീൻപിടുത്തക്കാരനാണ്. അതെ അതെ. അമ്പോ സെറ്റായിട്ട് വെളുത്തിട്ടുണ്ട്. കള്ളി ഞാൻ ചെയ്യണതെല്ലാം കണ്ടുപിടിക്കണേണ്. നമുക്കേ ഇതിലൂടെ കപ്പ വെച്ചാലാ? എന്നാ നമുക്ക് ഷാപ്പിലെ കറിയും കപ്പ. നീ എനിക്കത് കപ്പ വെക്കാൻ പഠിപ്പിച്ച. ഏതായാലും എല്ലാം നീയല്ലേ വെച്ച് തന്നത്. എടി ആ മഴയത്ത് നിങ്ങോട്ട് പോകുന്നതിന് കൊച്ചേ അല്ല പനിയും പിടിക്കാൻ വേണ്ടി പോയി നമ്മൾ കളിക്കണം. നനഞ്ഞ് അച്ഛാമ്മേന്റെ തുണിയെല്ലാം അവിടെ അലക്കിയിട്ടേക്കാം. ഞാൻ എപ്പം അലക്കിയിട്ടാലും അപ്പം മഴ വരും. അതവിടെ കിടന്ന് നനയട്ടാ. ഇങ്ങനെ വാ. ആ മഴയത്ത് കൊച്ചു പിള്ളേരെ പോലെ കളിച്ച് നടക്കി. കൊള്ളൂല്ലോ മധുരണ്ടോ? മത്ത്. ആ ഉള്ളിയൊന്ന് ചതച്ചെടുത്തേ. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇട്ടിങ്ങാടത് ഇരിക്കട്ടെ. വേറെ എണ്ണയാണോ? എന്റെ സാമ ഇങ്ങനെ മഴയൊക്കെ ആണെങ്കിൽ ഞാൻ കോളേജിൽ നാളെ പോകില്ല കേട്ടോ. ഇത് ഇങ്ങനെ പോകാനാ? അതെന്താ യൂണിഫോം ഒന്നും ഇല്ലേ? പിന്നെ യൂണിഫോം എല്ലാം അലക്കിയിട്ടതെല്ലാം നനഞ്ഞിരിക്കുക. പോയില്ലേ പോകണ്ട. ആ കപ്പ വേവിക്കാനുള്ള പണി നോക്കും. അപ്പൊ നമ്മുടെ ഇവിടെ മീനൊന്നും ജീവിക്കൂലേ? നമ്മുടെ അവിടെ ഈ ഉപ്പുവെള്ളമല്ലേ മനയാണ്. ഇപ്പോൾ കിഴക്കൻ വെള്ളം എന്ന് പറയുന്നത് നല്ല മലയിൽ നല്ല വെള്ളമാണ്. ഭയങ്കര പുക. പക്ഷേ ഇവിടെ വരുമ്പോൾ ഉപ്പ് മൂത്തിരിക്കും. പിന്നെ ഇപ്പം ഇവിടെ വന്നാൽ കുറച്ച് ദിവസമൊക്കെ ജീവിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം മതിരിപ്പേ ഉള്ളു. ഇത് ഒരു 2 മാസം കൂടി കഴിയുമ്പോൾ നല്ല ഉപ്പായി നമ്മുടെ ഇവിടെ. ഇവിടെ ചെമ്പല്ലി, കാളാഞ്ചി, കരിമീൻ, കൊഞ്ചും വളരുകയില്ല. കാര, നാരൻ അങ്ങനെയൊക്കെയുള്ള ചെമ്മീനാണ്. അവർക്ക് ഉപ്പ് വേണം. പക്ഷേ ഇങ്ങനെയുള്ള മീൻ കിഴക്കൻ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ ജീവിക്കില്ല. ഉപ്പുള്ള
നിവി കപ്പ വെന്താ? ഈ മീൻകറി വെക്കണ പോലെയൊന്നും അല്ല ചാമ, കപ്പ വെക്കാൻ ഇച്ചിരി പണിയൊക്കെ ഉണ്ട്. ചോ അതെന്ത് പണിയാ? ഇവിടെ വെച്ചേ, ആ ശരത്തിനെ ഒന്ന് വിളിച്ചേ. കറി റെഡി ആയിട്ടുണ്ട്, അവനൊന്ന് വിളിച്ച് ഇറക്കി വെക്കാം. ആ തുണിയോടെ കൊണ്ട് വെച്ചു. ആ അതെ ശരത്തേട്ടൻ വന്നിട്ടുണ്ടല്ലോ. ആ വാട ശരത്ത, കൃത്യസമയത്ത് തന്നെ എത്തിയല്ല. വാളക്കറിയും കപ്പയുവാ. പൊള്ളിക്കും ഓമനമ്മേ കിട്ടില്ല മണമല്ലോ. ഇവള് പറഞ്ഞേ അച്ചമ്മക്ക് ഷാപ്പിലെ കറി വെക്കാൻ അറിയാവാ. ഇവളാ? ഞാനൊരു ഓളത്തിന്റെ പുറത്ത് പറഞ്ഞ ശരത്തേട്ടാ, അച്ഛമ്മ അതിൽ കയറി പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ ഷാപ്പിലെ കറിയും കപ്പയാകട്ടെ വെച്ചു. പക്ഷെ ഒരു കാര്യമാണ്, എന്നോട് കള്ള് ചോദിക്കുന്നു പറഞ്ഞു. എരിവ് കൊണ്ടേ. കള്ളുണ്ടാ ഇവിടെ? ഇവിടെ കട്ടൻ ചായ ഉണ്ട്. ഓനമ്മേ ഞാൻ ആദ്യമായിട്ടാണ് ടൈം ചെയ്യുന്നു. അടിപൊളി. ചിലർക്ക് നല്ല വെള്ളത്തിലെ മീൻ പിടിക്കില്ല, പക്ഷെ ഉപ്പ് വെള്ളത്തിലെ മീനെ പിടിക്കുള്ളൂ. ഇതൊരു കുഴപ്പമില്ല കേട്ടോ. ഇതിവൻ ആറ്റിന്ന് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉപ്പുമായിട്ട് പിടിച്ചിട്ടുണ്ട്. ഷാപ്പിൽ വെക്കണ കറി പോലെ ഉണ്ടല്ലേ? ആണോ? അയ്യോ ഓ, ഇപ്പൊ ഷാപ്പിലെ കറി പോലെ. ഇനിയിപ്പോ എവിടെ കള്ളി ചോദിക്കും. എടാ നീ അവിടെ വീശണത് കണ്ടല്ലോടാ, വല്ലതും കിട്ടിയാ? അയ്യോ ഓനമ്മേ, ഇതേപോലെ ഒരുത്തനെ കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവൻ്റെ പുറകെ ഞാൻ ചാരിട്ട് കിട്ടിയില്ല. കിട്ടിയില്ലേ? അവനെ പൊക്കിട്ട ഈ ആഴ്ച നിൽക്കുള്ള വേറെ കാര്യം. ശരത്തേന്റെ ചാട്ടമൊക്കെ ഞാൻ കണ്ടായിരുന്നു. നീവേ ആ ശരത്തിന് കുറച്ച് കറി എടുത്ത് കൊടുത്തു വിടുക കേട്ടോ. പോകാൻ നേരത്ത് കൊണ്ടുപോകട്ടാടാ. പിന്നെ വേണ്ടേ, അവളൊന്നും അറിയട്ടാ ഷാപ്പിലൊക്കെ അറിയാന്താന്നുള്ള.